ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും എന്ന കോൺഗ്രസ് ഫോർമുലയിൽ ഒടുവിൽ വഴങ്ങുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. 2 മന്ത്രിസ്ഥാനമെന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. ഇനിയും കൂടിയാലോചനകൾ നടക്കുമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫ് പ്രതികരിച്ചു. ഒരു മന്ത്രിസ്ഥാനം, അതിൽ പ്രധാന വകുപ്പ്, ഒപ്പം തന്നെ ചീഫ് വിപ്പായിട്ടോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ, ഇങ്ങനെ ഒരു ഫോർമുലയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സാധ്യത ഇനി നിൽക്കുന്നുണ്ടോ? ഇല്ല, അത് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനോട് പാർട്ടി യോജിക്കുന്നില്ല. ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും പരിഹരിക്കാം എന്ന ആത്മവിശ്വാസത്തിലും ഉത്തമ വിശ്വാസത്തിലുമാണ് പാർട്ടി നേതൃത്വം. ഇന്നത്തെ ചർച്ചയിൽ അന്തിമമായ തീരുമാനങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. കോൺഗ്രസുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയായ ശേഷം പാർട്ടിയുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് സാർ നിർവഹിക്കും. വകുപ്പുകളുടെ കാര്യത്തിലും തീരുമാനമാകുന്നു. ജലവിഭവം ഒപ്പം രജിസ്ട്രേഷൻ, ഈ 2 വകുപ്പുകളും കേരള കോൺഗ്രസിന് നൽകും. അതേസമയം മന്ത്രിസ്ഥാനത്തിൽ ഫുൾ ടൈം നൽകണമെന്ന അനൂപ് ജേക്കബിന്റെ ആവശ്യം കോൺഗ്രസ് അംഗീകരിച്ചു. മാണി സി കാപ്പന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് സൂചന. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകാൻ ചേരുന്നു. വിപിൻ, അവസാനം വരെ ഉടക്കി നിന്നത് പി ജെ ജോസഫ് ഗ്രൂപ്പ് ആയിരുന്നു. അതിൽ അനുനയത്തിന് അവർ വഴങ്ങി എന്നുള്ള വിവരങ്ങൾ വരുമ്പോഴും മോൻസ് ജോസഫിന്റെ പ്രതികരണം ചർച്ച തുടരും എന്നുള്ളതാണ്. എന്താണ് ജോസഫ് ക്യാമ്പിൽ നിന്ന് മനസ്സിലാകുന്ന വിവരങ്ങൾ? അഷിത, ഇപ്പോഴും 2 മന്ത്രിസ്ഥാനം വേണം എന്നുള്ളതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഇന്നത്തെ ചർച്ചയിൽ അതൊന്ന് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കോൺഗ്രസ് അറിയിക്കുകയും ചെയ്തു. കോൺഗ്രസ് ഇത് അറിയിച്ചതിനെ തുടർന്ന് അതിലിപ്പോൾ ഏകദേശം ഒന്ന് അയഞ്ഞിട്ടുണ്ട്, ഒന്ന് കരക്കെടുത്തു എന്നുള്ളത് പറയാം. കാരണം ഒരു മന്ത്രിസ്ഥാനം, ഒരു ക്യാബിനറ്റ് പദവിയോട് കൂടിയിട്ടുള്ള ചീഫ് വിപ്പ്, ഇതാണ് കേരള കോൺഗ്രസിന് ലഭിക്കുക. ആ ഒരു സീറ്റ്, ഒരു മന്ത്രിസ്ഥാനം അത് മോൻസ് ജോസഫിന് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഏത് വകുപ്പ് എന്നുള്ളതാണ് മറ്റൊന്നുള്ളത്. അത് ജലവിഭവ വകുപ്പ് വേണം എന്നുള്ള ആവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷി, മൃഗസംരക്ഷണം എന്നുള്ളത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇനിയും കൂടിയാലോചനകൾ നടക്കും എന്നുള്ളതാണ് മോൻസ് ജോസഫ് നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് അത് ഏത് രീതിയിലായിരിക്കും, ഇനിയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഫോണിൽ കൂടി ആകാമല്ലോ എന്നുള്ള മറുപടിയാണ് മോൻസ് ജോസഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ 2 മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് കേരള കോൺഗ്രസ്സുകാരുള്ളത്. അവരുടേതായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഗ്രൂപ്പുകളിലും ഒക്കെ തന്നെ സജീവ ചർച്ച നടക്കുകയാണ്. മറ്റുള്ളവർക്കൊക്കെ തരുമ്പോൾ എന്തുകൊണ്ട് കേരള കോൺഗ്രസിനെ ഇങ്ങനെ തഴയുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ അതിന് പി ജെ ജോസഫ്, ഈ അധ്യക്ഷനായിട്ടുള്ള പി ജെ ജോസഫ് എന്തിനു വഴങ്ങുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ഇത് എല്ലാ ജില്ലാ പ്രസിഡന്റുമാരുൾപ്പെടെയുള്ളവർ ചോദിക്കുന്നുണ്ട്. കാരണം 7 സീറ്റുകളുമായിട്ടാണ് അവർ എത്തിയിട്ടുള്ളത്. 7 സീറ്റുകൾ ഉണ്ടായിട്ട് പോലും ഒരു മന്ത്രിയെയാണ് കിട്ടിയിട്ടുള്ളത്. ഓരോ ആളുകളുള്ള അല്ലെങ്കിൽ ഓരോ സീറ്റുകളുള്ള ആളുകൾക്ക് പോലും മന്ത്രിസ്ഥാനം ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ 2 എണ്ണം വേണം എന്നുള്ള ആവശ്യത്തിൽ അതിൽ ഉറച്ചു നിൽക്കേണ്ടതായിരുന്നു. അതില്ല എന്നുണ്ടെങ്കിൽ മറ്റ് നടപടികളിലേക്ക് പോകേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഭൂരിപക്ഷ ഒരു അഭിപ്രായമായി ഉയർന്നിട്ടുള്ളത്. ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നീട് പി ജെ ജോസഫ് സംസാരിച്ചിട്ടില്ല. കൂടിയാലോചനകൾ നടക്കുന്നു എന്നുള്ള മറുപടി മാത്രമാണ്. മറ്റൊന്നുള്ളത്, ചീഫ് വിപ്പ് സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ അത് ആർക്ക് എന്നുള്ളത് കൂടിയാണ്. അത് തോമസ് ഉണ്ണിയാടനായിരിക്കും. ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് തോമസ് ഉണ്ണിയാടൻ്റെ പേരാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒപ്പം തന്നെ അബു ജോൺ ജോസഫ് കൂടി രംഗത്തുണ്ട്. അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ തന്നെ പാർട്ടിക്കുള്ളിലെ ആലോചനകൾക്ക് ശേഷം ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴുള്ളത്. ഒരു മന്ത്രിസ്ഥാനം കിട്ടുന്നു, ഒരു ക്യാബിനറ്റ് ചീഫ് വിപ്പ് സ്ഥാനം കിട്ടുന്നു. പക്ഷേ ചിരിച്ച മുഖത്തോടു കൂടിയല്ല കേരള കോൺഗ്രസ് അത് സ്വീകരിക്കുന്നത്. കടുത്ത അതൃപ്തിയാണ് ഉള്ളിൽ പുകയുകയും ചെയ്യുന്നത്. അഷിത, വിപിൻ, ഇപ്പോൾ ഈ മന്ത്രിസ്ഥാനത്തേക്ക് മോൻസ് എത്തുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഒരു മന്ത്രിസ്ഥാനം കൂടി കിട്ടുമെങ്കിൽ ആരാ സ്ഥാനത്തേക്ക് വരുമെന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അത് ചീഫ് വിപ്പ് സ്ഥാനമാണ്. ഈ തോമസ് ഉണ്ണിയാടിന് വേണ്ടി ഇന്നലെ ഉണ്ടായ പ്രതിഷേധങ്ങളെ എങ്ങനെയാണ് ഇപ്പോൾ ഈ ജോസഫ് വിഭാഗം കാണുന്നത്? ഇന്നലെ തിരുവനന്തപുരത്ത് പ്രതിഷേധം കണ്ടതാണല്ലോ വിപിൻ. അതെ ഉന്മേഷ്, അതാണ് മറ്റൊരു കീറാമുട്ടിയായി നിൽക്കുന്നത്. ഇപ്പോൾ 2 മന്ത്രിസ്ഥാനം കിട്ടുന്നു, ഒരു ചീഫ് സ്ഥാനം കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ അബു ജോസഫും മോൻസ് ജോസഫും മന്ത്രിയാകുന്നു. ഒരാൾ ക്യാബിനറ്റ് റാങ്കോടുകൂടി ചീഫ് വിപ്പ് ആകുന്നു. അത് തോമസ് ഉണ്ണിയാടനാണ്. ഇങ്ങനെയായിരുന്നു ഇതുവരെയും ഉണ്ടായിരുന്ന പ്രതീക്ഷ. അത് ഇന്ന് രാവിലെ വരെയും ഉണ്ടായിരുന്നു. അതിൽ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് ചുരുങ്ങുമ്പോൾ അബു ജോൺ ജോസഫിനെ ഒരു MLA സ്ഥാനം മാത്രമാണോ അല്ലെങ്കിൽ മറ്റെന്ത് പാർട്ടി സ്ഥാനം നൽകും എന്നുള്ള ഒരു ചോദ്യം അക്കാര്യത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ മന്ത്രിസ്ഥാനമാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ നമ്മൾ ആ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. അതിലും ഇപ്പോൾ ഒരു തീരുമാനം പറ്റില്ല. പക്ഷേ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് ചീഫ് വിപ്പ് സ്ഥാനം തോമസ് ഉണ്ണിയാടിന് നൽകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടുള്ള രാഷ്ട്രീയ ചലനങ്ങൾക്ക് കേരള കോൺഗ്രസിൽ ഇടവരുത്തും എന്നുള്ളത് കൊണ്ട് നിലവിൽ ഇപ്പോൾ ഈ ഒരു ചർച്ചയാണ് നടക്കുന്നത്. കോൺഗ്രസുമായിട്ട് ഇപ്പോഴും ഒരു നെഗോസിയേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ക്ലിയർ കട്ടായിട്ട് കോൺഗ്രസ് അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു എങ്കിൽ കൂടി ചർച്ചകൾക്ക് ഇപ്പോഴും കുറവ് സംഭവിച്ചിട്ടില്ല. അതിനുശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ് ഈ MLA ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഓരോ നേതാക്കളും പറയുന്നത്. അവസാന നിമിഷം വരെ ആ ചർച്ചകൾ അതുപോലെ തന്നെ തുടരുന്നു. ഉന്മേഷ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.